ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ അതിൻ്റെ കംപ്ലയിൻറ്റ് പുകയുടെ പ്രശ്നമായിരുന്നു. ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ കൊണ്ട് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിലവിൽ പുകയുടെ പ്രോബ്ലം സിലിണ്ടർ കിറ്റുമായി ബന്ധപ്പെട്ട സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ തേമാനം വന്നേക്കണോണ്ട് തന്നെ സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റാണ്, പുതിയത് മേടിച്ചിടാണ് കേട്ടോ. അതിനിപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ് പാഷൻ പ്രോൻ്റെ വരുമ്പോൾ 2885 രൂപ നമുക്കതിന് കോസ്റ്റ് വരാം. പിന്നെ അതിൻ്റെ വാൽവ്, അതേപോലെ വാൽവ് ഗൈഡ്, അതൊക്കെ നമ്മൾ നിലവിൽ ലെയ്ത്ത് വർക്കാണ് തന്നെ. അപ്പോൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് നമ്മൾ രണ്ട് വാൽവ് മാറ്റി പുതിയതിട്ടുണ്ട്. വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ ചെറിയൊരു കംപ്ലയിൻറ്റ് പ്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ബെയറിങ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ ബെയറിങ്ങൾ കേട്ടോ. ഇത് മാറ്റിയേക്കുന്ന വാൽവുകളാണ് ഈ ഘടകം. അപ്പോൾ രണ്ടും മാറ്റി നമുക്ക് സൈഡിലത്തെ ബെയറിങ് മാറ്റി കഴിയുമ്പോൾ ഓൾറെഡി നമുക്കൊരു പുതിയ ക്യാം ഷാഫ്റ്റിൻ്റെ അതേ ഒരു ക്വാളിറ്റി കിട്ടും. നിലവിൽ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് റോക്കറാം വന്ന് ടച്ച് ആവുന്ന ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അതേപോലെ തന്നെ റോക്കറാമിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. ഇതാണ് പഴയ ഫിൽറ്റർ, പുതിയ എയർ ഫിൽറ്റർ വരണം. കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടും കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സിലിണ്ടറിൻ്റെ ഭാഗമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. ഇപ്പോഴത്തെ സ്റ്റേജിൽ കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും നമുക്ക് സിലിണ്ടർ കിറ്റ് ഇപ്പോൾ ഹാഫ് ഇഞ്ചിനായിട്ട് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അത് ചെയ്യാതെ കൊണ്ട് മാറുകയില്ല. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ്. E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നിലവിൽ നോർമലി സ്ലോ ജെറ്റൊക്കെ അടഞ്ഞു പോവുക. ഏറ്റവും പ്രോബ്ലമായിട്ട് വരുന്നത് പെട്രോൾ ഓവർഫ്ലോ ആണ്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് മാറ്റി വയ്ക്കാനേ തരുള്ളൂ. അപ്പോൾ നിലവിൽ വരും എന്ന് നമുക്കൊരു ഉറപ്പൊന്നുമില്ല, പക്ഷേ വന്നുകൂടായികയില്ല. ചെറിയ കേസിൽ കംപ്ലയിൻറ്റ് വന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നത്. ഇനിയിപ്പോൾ ഓവർഫ്ലോ വരുമെന്ന് കരുതിയിട്ട് നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യാതെയും മാർഗ്ഗമില്ല. കാരണം ബാക്കിയത്തെ ഭാഗം ചെയ്യുമ്പോൾ അതും കൂടി നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് കൂട്ടത്തിക്കടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിനകത്ത് വരുന്നൊരു ചെയിൻ ഞാൻ ഫസ്റ്റ് എസ്റ്റിമേറ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. ഈ ഒരു ചെയിനും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഭാഗം അഴിക്കണം, ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ കൂട്ടത്തിക്കടെ നമുക്ക് ആ ഓയിൽ ചെയിനും കൂടി നമുക്ക് മാറ്റിക്കളയാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ചെയിൻ ഏകദേശം ഒരു 100-125 രൂപ ചെയിൻ വന്നുള്ളൂ. 2 വീലുകളടക്കം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 100-120 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-300 വേണ്ടി നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ വന്ന വർക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞ് പോയിക്കോളും. അതല്ലെങ്കിൽ പിന്നീട് നമ്മളത് ചെയ്യാനായിട്ട് അഴിക്കുമ്പോൾ നമുക്ക് ലേബർ ചാർജ് പ്ലസ് ബാക്കിയത്തെ ഈ വർക്കുകളെല്ലാം വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് അതിന് വരികയും ചെയ്യും. അപ്പോൾ അതും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ കൂടെ അതും കൂടിയും ക്ലിയർ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. കാരണം നമ്മൾ എന്ത് പാർട്സുകളാണ് മാറ്റുന്നത്, എന്ത് വർക്കാണ് അതിൻ്റെ ഉള്ളിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട് എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് കസ്റ്റമറും കൂടി അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. നാളെ ഒരിക്കലും കൺഫ്യൂഷൻ വേണ്ട. എന്ത് പാർട്സുകളാണ് മാറ്റിയേക്കുന്നത്, എന്ത് വർക്ക് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണതെന്ന് നമുക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ജനറലായിട്ടൊരു സർവീസും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടാം. അപ്പോൾ ചെയിനും ബ്രേക്ക് കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം. അതിന് ശേഷം ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ടോട്ടൽ എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര ബില്ല് വരുമെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് വരുമെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫ്രണ്ട് അഴിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യണതാണ് ബെറ്റർ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. ബാക്കിയത്തെ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കണം, എത്ര വരും എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് ശേഷമൊക്കെയാണ് നമുക്കതിന് അപ്രൂവൽ മേടിച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുമ്പോഴത്തേക്കും ആ ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നമുക്ക് എമൗണ്ട് നോക്കിയതിന് ശേഷം ബാക്കിയത്തെ വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ വാട്സാപ്പിൽ ഇട്ടേക്കാം, നിങ്ങൾ നോക്കിയേക്കാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ചോ കോൺടാക്റ്റ് ചെയ്ത് സംശയ നിവാരണം ചെയ്യാം. ബാക്കിയത്തെ പിന്നെ അതിനകത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ടായില്ലേ ഫസ്റ്റിലത്തേൽ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റി റിഫ്രഷ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഫ്രഷായി കിടന്നോട്ടെ. അപ്പോൾ ഓയിലും കൂടി മാറ്റി വരുമ്പോൾ ബാക്കിയത്തെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടിക്കോളും. ഓക്കെ. അപ്പോൾ എത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ നിങ്ങൾ കൂടി അത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഓക്കെ.